நன்றி. அடுத்ததாக எனக்கு எல்லா முயற்சிகளும் இங்கே செய்யும்போது ஒரு நல்ல நண்பன் வேணும் இல்லையா? ஒரு செயல் செய்யும்போது இது சரியா போகுது, இது சரியா இருக்கு அப்படின்னு சொல்றது. இன்னொன்று மொழி. நான் தமிழ் எழுத வாசிக்க தெரியும், மலையாளம் பேசினா புரிஞ்சுக்கிற முடியும். நான் மலையாளத்தை படித்து அந்த உணர்வும் இதுவும் சரியா கடத்தப்பட்டிருக்கான்னு சொல்றதுக்கு ஒரு நல்ல நண்பன் வேணும். அப்படியான நண்பன் தான் வெள்ளியோடன். வெள்ளியோடனுக்கு நான் நிறைய நன்றி சொல்லணும், நிறைய கடமைப்பட்டிருக்கேன். നമ്പർ വെള്ളിയോടനെ അടുത്ത് ഓരോ വാർത്തയിൽ പേസുമാര് കേട്ടിട്ട്. ഒരുപാട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും വണക്കം. തമിഴ് പേശും വേണ്ട, ഇപ്പം നമുക്ക് ഇതിൽ ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തമിഴും മലയാളവും കൂടി ഇടകലർന്നിട്ടുള്ള സദസ്സാണ്. മലയാളത്തിലുള്ള ഒരു പുസ്തകം, മലയാളത്തിൽ നമ്മൾ ഒരുപാട് വായിച്ചൊരു പുസ്തകം തമിഴിലേക്കൂടെ പരിവർത്തനം ചെയ്യുമ്പോൾ, വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അത് നമ്മളെല്ലാം ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. ഒന്ന്, നമ്മുടെ മാതൃഭാഷയുടെ തായ് ഭാഷയാണ്, തായ് മൊഴിയാണ് ശരിക്കും തമിഴ്. മലയാളത്തിൻ്റെ തായ് മൊഴിയാണ് തമിഴ്. തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായിട്ടുള്ളത്. അതിനും എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് മലയാളത്തിലേക്ക് സംസ്കൃത പദങ്ങൾ കുടിയേറി വന്നതൊക്കെ. അതിലങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ താതി പോലുള്ള കഥാസമാഹാരങ്ങൾ, മലയാളത്തിലെ പ്രവാസ ലോകത്തു നിന്നുള്ളതിന് നല്ല നല്ല കഥാസമാഹാരങ്ങൾ. ഇതിൽ കഥയെക്കുറിച്ച് ബാലാജി ഒരുപാട് പറഞ്ഞു, അനിൽകുമാർ പറഞ്ഞു കഴിഞ്ഞു. പതിച്ചി എന്ന കഥയിൽ തന്നെ നമുക്കറിയാം, ഒരുപാട് ആ ഒരു സ്ത്രീയുടെ മാനസിക വ്യവഹാരങ്ങളിലൂടെ തന്നെ വൈകാരിക അവസ്ഥകളിലൂടെ തന്നെ ഒരുപാട് കഥകൾ പോയിട്ട്, മൂക്കുത്തി ആണെങ്കിൽ കൂടി, മുന്നിക്കുട്ടനാണെങ്കിൽ കൂടി, അങ്ങനെ ഒട്ടേറെ കഥകൾ. അപ്പോൾ ഇത്തരം കഥകൾ തമിഴിലേക്കൂടെ വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു എഴുത്തുകാരൻ്റെ വായനാ ലോകം ഒരുപാട് വികസിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മലയാളത്തിനേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലും മലേഷ്യയിലും ശ്രീലങ്കയിലും ജപ്പാനിലും ഒക്കെ തന്നെ, കംബോഡിയയിലും ഒക്കെ തന്നെ തമിഴ് മാതൃഭാഷയായിട്ടുള്ള ഒരുപാട് വലിയ ആൾക്കൂട്ടമുണ്ട്. ഗ്ലോബൽ തമിഴ് കോൺഫറൻസ് ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ കഴിഞ്ഞ വർഷം നടന്നത് കംബോഡിയയിൽ വെച്ചിട്ടായിരുന്നു. അവിടെ പോലും നമ്മുടെ ഇവിടുന്ന് അമീറകം എന്നാണ് പറയുക. പ്രവാസി എഴുത്തുകാരായ തമിഴെ കുറിച്ച് പറയുന്നത് അമീറക എഴുത്താളർക്കം എന്നാണ്. അപ്പോൾ ഈ അമീറകത്തിലെ എഴുത്തുകാരെല്ലാം തന്നെ പലപ്പോഴും അവിടെയൊക്കെ ക്ഷണിക്കപ്പെടുകയും ഇത്തരം പുസ്തകങ്ങൾ പരിചയപ്പെടുന്നു. ഈ പുസ്തകങ്ങൾ ഇതൊരു ഏറ്റവും കൂടുതൽ അനുഭവിച്ച, ഒരുപക്ഷെ പ്രവാസ ലോകത്ത് നിന്ന് അനുഭവിച്ച ഒരാളാണ് ഞാൻ. മലയാളത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങൾ എനിക്ക് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് സ്വീകാര്യതകൾ കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട് മാത്രമല്ല, ശ്രീലങ്കയിലും, ഞാനത് സ്വയം ഇതായിട്ട് പറഞ്ഞില്ല, ശ്രീലങ്കയിലും മലേഷ്യയിലും ഒക്കെ വായിക്കപ്പെടുകയും മെസ്സേജുകളും വരികയും ചെയ്യുന്നു. അപ്പോൾ ഒരു വലിയൊരു വായനാ ലോകത്തെയാണ് നമുക്ക് തുറന്നിടുന്നത്. ഈ താതിയും അത്തരത്തിൽ വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ഷഹനയുടെ ചിന്തകൾ, ഷഹനയുടെ ഫെമിനിൻ തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ് സ്ത്രീ വിചാരങ്ങളെ ഷഹന ആവിഷ്കരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കഥകളിലും. ഷഹന ധാരാളം കഥകൾ എഴുതുന്ന ആളല്ല, പലപ്പോഴും മാത്രമേ കഥകൾ എഴുതൂ. ആ കഥകൾ നമ്മൾ ഓരോരുത്തരെ സ്പർശിക്കും. ഈ കഥാസമാഹാരത്തിന് ശേഷം വേറെ പുസ്തകവും ഷഹനയുടെ ഇറങ്ങിയിട്ടില്ല. അതിനുശേഷം വളരെ കുറച്ച് മാത്രം കഥകൾ എഴുതിയിട്ടുണ്ട്. ആ കഥകൾ ചിലതൊക്കെ വായിക്കാനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. ആ കഥകളൊക്കെ തന്നെയും നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയും ചെയ്യുന്ന കഥകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ താതി തമിഴ് വായനാലോകത്ത് ഒരുപാട് ഖ്യാതി, പ്രശസ്തിയാവട്ടെ, ധാരാളം വായിക്കപ്പെടട്ടെ എന്ന് മാത്രമല്ല മറ്റ് ഭാഷകളിലേക്കും നമുക്ക് യാതൊരു തരത്തിലുള്ള സങ്കുചിതത്വവും ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഭാഷയുടെയോ മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഒരു പ്രത്യേകിച്ച് ഒരു പാട്രിയോട്ടിസം, ദേശസ്നേഹം ഒന്നും എന്നെ വ്യക്തിപരമായിട്ട് എന്നെ ഒരിക്കലും ഇല്ല. അങ്ങനെ യാതൊരു, അതുപോലെ തന്നെ ഭാഷാ സ്നേഹവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ലോകത്തുള്ള മനുഷ്യരാണ്. അവരുടെ വികാരങ്ങളെല്ലാം അവരുടെ ഭാഷയിൽ അവർ ചിന്തിക്കുന്നു, കരുതുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലോകത്തോളം എത്തട്ടെ, എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകളും നേരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് താങ്ക് യു സർ. ഒപ്പം ഒരു കാര്യം കൂടെ, ഇത് തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് ചിദംബരം രവിചന്ദ്രനാണ്. ചിദംബരം രവിചന്ദ്രൻ കാഴ്ച പരിമിതിയുള്ള ഒരാളാണ്. ഒട്ടേറെ മലയാള പുസ്തകങ്ങൾ അദ്ദേഹം തമിഴിലേക്ക് ഓഡിയോ ആക്കി തമിഴിലേക്ക് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഭാഷയിലാണ് അദ്ദേഹം വിവർത്തനം ചെയ്ത പല പുസ്തകങ്ങളും തമിഴ് എഴുത്തുകാർക്ക് ഞാൻ കാണിച്ചു കൊടുത്തത്. അതിൻ്റെ ഭാഷയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പലരും ഇതിനു മുമ്പേ പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട്. രവിചന്ദ്രൻ്റെ ഇത്തരം ഒരു ഉദ്യമത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഗാലക്സിയെ കുറിച്ചൊരു കാര്യം, ഗാലക്സി തമിഴ് പബ്ലിഷറാണ്. പിന്നീട് എൻ്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇപ്പം മലയാളത്തിലും കുറേ പുസ്തകങ്ങൾക്ക് ഗാലക്സി ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഗാലക്സി പബ്ലിഷർ സാധാരണ നമ്മുടെ പുതിയതായിട്ട് എഴുത്തിലേക്ക് കടന്നു വരുന്ന പലരും ധാരാളം ചൂഷണം ചെയ്യപ്പെടുമ്പോൾ ഇപ്പോൾ ഇറക്കിയ ജസി സലീമിൻ്റെതാണെങ്കിലും ബഹിയയുടേതാണെങ്കിലും മറ്റു കുറേ പേരുടെ പുസ്തകങ്ങൾ ഇനി ഇറക്കാനുണ്ട്. ഒരു പൈസ പോലും വാങ്ങിക്കാതെ, ഒരു കണ്ടീഷൻ പോലും വെക്കാതെ, ഇത്ര കോപ്പി വിൽക്കണമെന്നുള്ള നിബന്ധനകളോ അല്ലെങ്കിൽ യാതൊരു കണ്ടീഷൻസും പറയാതെ, ഒരു പൈസ പോലും വാങ്ങിക്കാതെ പുസ്തകം വിൽക്കുന്നു. ഓതേഴ്സ് കോപ്പി കൊടുത്തിട്ട് ആ രീതിയിലാണ് ഗാലക്സി ഇപ്പോൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നത്. അത് നമ്മുടെ ഭാഷയോടും പുസ്തകങ്ങളോടുള്ള അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഇഷ്ടമാണ്. ആ ഒരു തരത്തിലുള്ള ചൂഷണങ്ങളും നടത്താതെ
വളരെ പരിമിതമാണ് സൗകര്യങ്ങൾ എങ്കിൽ കൂടിയും ഈ പുസ്തകങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഗാലക്സിയോട് ഒരുപാട് നന്ദിയുണ്ട്. ரொம்ப நன்றி சார்.